8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന സ്കോളർഷിപ്പ് പരീക്ഷയാണല്ലോ NMMS സ്കോളർഷിപ്പ് പരീക്ഷ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പേപ്പറാണ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സാറ്റിൻ്റെ പേപ്പർ. സാറ്റിൽ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുൻ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെൻ്റൽ എബിലിറ്റി എന്നുള്ളത് നമ്മൾ പ്രാക്ടീസിലൂടെ ചെയ്യേണ്ടതാണെങ്കിൽ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളത് പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഓരോ മാർക്കും വിലപ്പെട്ടതായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാർക്കും നഷ്ടപ്പെടാതെ നമുക്കറിയുന്ന മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് നേടുന്നതിന് നമ്മൾ ഏബിളാക്കി മാറ്റുമെന്നുള്ളതാണ്. അപ്പോൾ സാറ്റിൽ പല ട്രിക്കുകളും നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമോ, സാറ്റിൽ ഒരു സബ്ജക്റ്റിൽ നിന്ന് ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ആണ്. ബേസിക് സയൻസിന് 35 മാർക്കും, സോഷ്യൽ സയൻസിന് 35 മാർക്കും, മാത്തമാറ്റിക്സിന് 20 മാർക്കുമാണ്. അപ്പോൾ സോഷ്യൽ സയൻസിന് ഒരു പാഠം പഠിച്ചാൽ തന്നെ 10 മാർക്ക്, 35-ൽ 10 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. ആ പാഠമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും, സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അവർ ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ് എന്നുള്ള പാഠത്തു നിന്ന് 2023 ചോദിച്ചിട്ടുള്ള, തൊട്ട് മുമ്പുള്ള വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, 10ലേറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണെന്ന് കാണിച്ചു തരാം. 23ാമത്തെ ചോദ്യം ഏതായിരുന്നു? ഇന്ത്യൻ പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആരാണ് എന്നാണ്. ദെൻ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എവിടെയാണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 60ാമത്തെ പേജിൽ, മലയാളം ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനം അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം. അപ്പോൾ ആരാണ് പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്? പ്രൈം മിനിസ്റ്റർ അല്ല, സ്പീക്കറല്ല, ചീഫ് ജസ്റ്റിസ് അല്ല, പ്രസിഡൻറ്റ്. സിമ്പിളാണല്ലോ. ദെൻ അടുത്ത ചോദ്യം നോക്കൂ. ഒരു ബില്ല് നിയമമാകുന്നതിന് ഒരു ബില്ല് എന്നാൽ എന്ത് എന്നാണ്, ഒരു ബില്ല് എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കരട് രൂപമാണ്, തീരുമാനത്തിൻ്റെ കരട് രൂപമാണ്, വിധിയുടെ കരട് രൂപമാണ്, ദെൻ അക്കൗണ്ടിൻ്റെ കരട് രൂപമാണ്. തൊട്ടടുത്ത 61ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ പാരഗ്രാഫിൽ എന്ത് പറയുന്നുണ്ട്? നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല്. ഒരു നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല്. ബില്ല് ഈസ് എ ഡ്രാഫ്റ്റ്, അല്ലേ? എ ലോ ഇൻ ഡ്രാഫ്റ്റ് ബിൽ. അപ്പോൾ എ ആണ് ആൻസർ. മാർക്ക് ചെയ്ത്. എ ആണ് ആൻസർ. എ ലോ ഇൻ ഡ്രാഫ്റ്റ് ആണ് ബില്ല്. ഇത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലും 2nd പാരഗ്രാഫിൽ 61ാമത്തെ പേജിൽ കാണുന്നതാണ്. ദെൻ അടുത്തത്, ഇന്ത്യൻ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഓരോ ദിനവും ആരംഭിക്കുന്നത്. എവറി ഡേ ദ സെഷൻ ഓഫ് ദി പാർലമെൻറ്റ് ഇന്ത്യ ബിഗിൻസ് വിത്ത്. തൊട്ടടുത്ത പേജിൽ ക്വസ്റ്റ്യൻ അവർ എന്ന് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ചോദ്യോത്തര വേള എന്ന് മലയാളത്തിലും 62ാമത്തെ പേജിൽ കാണാൻ പറ്റും. ചോദ്യോത്തര വേള, ക്വസ്റ്റ്യൻ അവർ. പാർലമെൻറ്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയിലൂടെയാണ്, ക്വസ്റ്റ്യൻ അവറിലൂടെയാണ്. സ്പോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ദെൻ അടുത്ത ചോദ്യം നോക്കാം. ദ്വിമണ്ഡല നിയമസഭ നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. പേജ് നമ്പർ 63 സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്നുള്ള ഹെഡിങ്ങിലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ളത് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ദ സ്റ്റേറ്റ് ഹാവിങ് ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ഏതൊക്കെ? ബീഹാർ, UP, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്ര, തെലുങ്കാന, ജമ്മു കാശ്മീർ. ദ്വിമണ്ഡല
സഭ നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ. ദെൻ ഇനി 27ാമത്തെ ചോദ്യം നോക്കൂ. ഇതിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇത് ഓക്കെ, തൊട്ട് മുന്നത്തെ 62ാമത്തെ പേജിൽ നോക്കാം. 62ാമത്തെ പേജിൽ. ഓക്കെ, 62ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, മേലെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. 2 സഭകൾക്കുമിടയിൽ ബില്ല് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കും, തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവിടെ ചോദിക്കുന്നത് ആരാണ് വിളിക്കുന്നത് എന്നല്ല ചോദിച്ചിട്ടുള്ളത്, എന്താണ്, ആരാണ് അധ്യക്ഷത വഹിക്കുന്നത്. അപ്പോൾ അത് തൊട്ടടുത്ത് ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം. അപ്പോൾ ആരാണ് അധ്യക്ഷത വഹിക്കുന്നത്? ലോക്സഭാ സ്പീക്കർ. ഓക്കെ, ഇതെല്ലാം മുമ്പ് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങളൊന്ന് നോക്കൂ, അതിലൊക്കെ ഇതുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്, ഒരു ജിക്കാണ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള 1951 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്, നേരെ അത് കഴിഞ്ഞ് ലെജിസ്ലേറ്റർ കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് ഇതിന് ശേഷം നിങ്ങൾ നേരെ പോവേണ്ടത് 68ാമത്തെ പേജിൽ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം അല്ലെങ്കിൽ ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം എന്നുള്ള ആ ഭാഗത്ത് സൈഡിലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? എച്ച് ജെ കനിയ. ആരാണ് ചീഫ് ജസ്റ്റിസ് ഫസ്റ്റ്? എച്ച് ജെ കനിയ. ഓക്കെ, അതാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്തായാലും അടുത്ത ചോദ്യം എന്തായാലും നമുക്ക് നോക്കാം. ഇതിലൊരു ചോദ്യം ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ പ്രസിഡൻ്റ് ആരാണ്, വൈസ് പ്രസിഡൻ്റ് ആരാണ്, അതൊക്കെ നോക്കി പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 30ാമത്തെ ചോദ്യം, കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് എന്നാണ്. പേജ് നമ്പർ 66. ഓക്കെ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്രമന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപതി നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് എന്താണ്? കേന്ദ്രമന്ത്രിസഭയാണ്. അത് കഴിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്ററുടെ ചുമതലകളുണ്ട്. അടുത്ത പേജിൽ ഏതാണ്? 67ാമത്തെ പേജിൽ ലോക്സഭയുടെ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. ലോക്സഭയുടെ നേതാവായി ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷത വഹിക്കുന്നു. 2ാമത്തെ പോയിന്റ് ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി. ദെൻ അടുത്ത ഇന്ത്യയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ, സിമ്പിളാണല്ലോ. ഓക്കെ, അത് കറണ്ട് ചീഫ് ജസ്റ്റിസ് നോക്കി, എല്ലായ്പ്പോഴും മാറ്റം ഉണ്ടെങ്കിൽ നോക്കി പോവുക. സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കേൾക്കുന്നത് സുപ്രീം കോടതി. ആ പാഠത്തിൽ തന്നെ സുപ്രീം കോടതിയുടെ പരിഗണിക്കുന്ന കേസുകൾ എന്ന് 68ാമത്തെ പേജിലുണ്ട്. 68ാമത്തെ പേജിൽ എന്താ കൊടുത്തിട്ടുള്ളത്? സുപ്രീം കോടതി. അതിൽ സംസ്ഥാന ഗവൺമെൻറ്, 3ാമത്തെ പോയിന്റ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. ഓക്കെ, ദെൻ 33 ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി GK ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ലോക് കല്യാൺ മാർഗാണ്. ദെൻ 34ാമത്തെ ചോദ്യം നോക്ക്. ഏകമണ്ഡല നിയമസഭ നിലനിൽക്കുന്ന രാജ്യം. ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്നും എന്തുണ്ടാവില്ല, ദ്വിമണ്ഡല സംവിധാനമായിരിക്കും ഒട്ടുമിക്ക ഉണ്ടാവുക എന്നുള്ളൊരു ബേസിക് നോളജ് വെച്ചുകൊണ്ട് ചൈനയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടയാളപ്പെടുത്താം. നോക്കുക. ദെൻ ലോക അദാലത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ലോക അദാലത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 69ാമത്തെ പേജിലുണ്ട്. 69ാമത്തെ പേജിൽ ലോക അദാലത്തിനെ കുറിച്ചൊരു ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, ലോക അദാലത്തിനെ സംബന്ധിച്ച് ശരിയല്ലാത്തതാണ്, ശരിയായതല്ല എഴുതാനുള്ളത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ശരിയല്ലാത്തത് ഏതാണ്? സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികാരം എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ജനകീയ കോടതിയാണ്, ശരിയാണ്. സന്നദ്ധ നീതിന്യായ വ്യവസ്ഥയാണ്, അതിൽ പറയുന്നുണ്ട്. ചർച്ചകളിലൂടെ കേസുകൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നു, ശരിയാണ്. അപ്പോൾ സാധാരണക്കാരന് താങ്ങാവുന്നതാണ്, താങ്ങാനാവാത്തത് എന്നുള്ളത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ തെറ്റായത് ഓക്കെ.
ഇത് തുടങ്ങുന്നതിനെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭിക്കുന്നതിനു വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൽ ഈ സോഷ്യൽ സയൻസിൽ ചോദിച്ചിട്ടുള്ള 35 ചോദ്യം 12 പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ 10 ചോദ്യം എന്തായാലും അവർ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സിമ്പിളായിട്ടാണ് സാറ്റ് പഠിച്ചെടുക്കാം. കൂടുതൽ ടിപ്സും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും, അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെൻറ്റുള്ള എൻ്റെ NMMS ചാനൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താങ്ക് യു.